നിയമപരമായ വശങ്ങൾ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ഇത്തരത്തിൽ ഭേദഗതികൾ കൊണ്ടുവരുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരം വാസ്തവത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തെ, ബേസിക് സ്ട്രക്ചറിനെ, അടിസ്ഥാന ഘടനയെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ നിയമപരമായിട്ടാണെങ്കിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. പാർലമെന്റിൽ വേണ്ടത്ര ഭൂരിപക്ഷത്തോടുകൂടി ഇത് പാസ്സാക്കാൻ കഴിഞ്ഞു, ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഇത് വാസ്തവത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തെ, അടിസ്ഥാന ഘടനയെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസിൽ വ്യക്തമാക്കുകയും അതിനുശേഷം നമ്മളുടെ ഭരണഘടനാ കോടതി വളരെ കൃത്യമായി പല കോടതി വിധികളിലൂടെയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ഒന്നാണ്. അതായത് പാർലമെന്റിന്റെ അധികാരം നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുമുള്ള പാർലമെന്റിന്റെ അധികാരം എന്ന് പറയുന്നത്, പാർലമെന്റിന് ജനങ്ങൾ നൽകിയ ഈ അധികാരം എന്ന് പറയുന്നത്, ഭരണഘടന നൽകിയ ഈ അധികാരം എന്ന് പറയുന്നത് ഇരിക്കുമ്പോൾ തന്നെ അത് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ നിശ്ചയിക്കുന്ന ഭരണഘടനാ തത്വങ്ങളെ, പ്രിൻസിപ്പിൾസിനെ, അതിൻ്റെ ഘടനയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഭേദഗതി നടപ്പാക്കാൻ പാർലമെന്റിന് അധികാരമില്ല. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ഘടനയെ അട്ടിമറിക്കാനുള്ള ഒരു നടപടിയും പാർലമെന്റിന് എടുക്കാൻ കഴിയില്ല. അതാണ് പാർലമെന്റിന്റെ അധികാരത്തിനുള്ള ജുഡീഷ്യൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചെക്ക് എന്ന് പറയുന്നത്. അതാണ് എങ്ങനെയാണ് ഇത് പരിശോധിക്കുന്നത്? ഇത് പരിശോധിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ, ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഫെഡറലിസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിലുള്ളതാണ്. അത് SR ബൊമ്മെ കേസിൽ 94-ൽ സുപ്രീം കോടതി പറയുകയും പിന്നീട് പലതവണ ഇപ്പോൾ ഡൽഹി സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ചും അതിൻ്റെ സംസ്ഥാന പദവിയെക്കുറിച്ചും ഒക്കെ പറയുന്ന വിധിയിൽ സുപ്രീം കോടതി വീണ്ടും പറഞ്ഞ പോലെ ഫെഡറലിസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണ്. അതിനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമെന്നല്ല. ഒരു പ്ലാൻ ജുഡീഷ്യറിയെ വെച്ചിട്ട് സർക്കാർ പറയുന്ന ഒരു കാര്യത്തിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ജുഡീഷ്യറി ഉണ്ടാകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിനുള്ള വളരെ ഭീതിതവും ആശങ്കാജനകവുമായ സാധ്യതകൾ ഇന്ത്യയിലുണ്ട് എന്നുകൂടി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ജുഡീഷ്യറിയെ വെച്ച് നിങ്ങൾക്ക് ഇത് പാസ്സാക്കി എടുക്കാൻ കഴിയുമോ എന്നല്ല, അത് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എത്തോസിനെ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ് മാത്രമല്ല, ഇന്ത്യ രൂപപ്പെട്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ധാരകളിലൂടെ കടന്നു വരികയും ഒരു കൊളോണിയൽ അടിമത്തത്തിൽ നിന്നും ഇന്ത്യ പുറത്തു വന്ന് സ്വാതന്ത്ര്യം നേടി ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയമായി ഒരു മതേതര ജനാധിപത്യ ഭരണഘടന റിപ്പബ്ലിക്കായി രൂപം കൊണ്ട ആശയത്തെ ഇത് തകർക്കുകയും ചെയ്യുമോ എന്നുള്ള രാഷ്ട്രീയ ചോദ്യം തന്നെയാണ് ഇതിൽ വളരെ പ്രധാനം. ഒരു കാര്യം കൂടി ഇതിൽ ഈ ഫെഡറൽ ഘടനയെക്കുറിച്ച് പറയുമ്പോഴും, ഈ 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോഴും പറയാനുണ്ട്. അത് നമ്മുടെ ചർച്ചകളിൽ തുടർന്ന് മറ്റ് പല വശങ്ങളും പറയുന്ന പോലെ, അതായത് ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആർട്ടിക്കിൾ 1 പറയുന്ന പോലെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അതായത് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരം കേന്ദ്ര സർക്കാർ കവർന്നെടുക്കുകയും ഇതിനെ സമ്പൂർണ്ണമായി രീതിയിലൊരു അത്തരത്തിലുള്ള ഒരു മെജോറിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പിലേക്ക്, കേന്ദ്രാധികാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്താൽ ഇന്ത്യ നിലനിൽക്കുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യസ്തമായ അധികാര പദവികളിലൂടെയും അതിന്റെ നടത്തിപ്പിലൂടെയുമാണ്. നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ചോദ്യം ചെയ്യുന്നത്, ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവസാനമായിരിക്കും എന്നതുകൂടിയാണ്.